ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോസ് കന്യാസ്ത്രീകൾക്കായി ഹാജരാകും. അതേസമയം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ തീരുമാനം. സിബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭദ്ര, കഴിഞ്ഞ 7 ദിവസമായി ഈ 2 മലയാളി കന്യാസ്ത്രീകളും ദുർഗ് ജയിലിൽ ഇപ്പോൾ കഴിയുകയാണ്. ഇവരുടെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി നൽകാനാണ് ഇപ്പോൾ തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വിട്ടത്. അതിനെ ശക്തമായി ആ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ, BJP സർക്കാർ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇടത് വലത് MP-മാർ കാണുകയും ഇത്തരത്തിൽ അമിത്ഷാ ഇനിയിപ്പോൾ ജാമ്യം നൽകുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവ സമൂഹമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുകയും പിന്നീട് നാളെ രാവിലെ തന്നെ ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ അഭിഭാഷകനെയും അവർ നിയോഗിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമർദോസ് ദാസ് ആണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അഭിഭാഷകരുമായി റായ്പൂർ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ പൂമുറ്റം, സിസ്റ്റർ നിത്യ എന്നിവരെല്ലാം തന്നെയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നാളെ രാവിലെ ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഇതിൽ ഏറെ ഒരു നിർണായകമാവുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാടാണ്. സെഷൻസ് കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് ആവർത്തിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന കാര്യത്തിൽ വലിയ വെല്ലുവിളിയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJP നൽകുന്ന ഒരു ഉറപ്പ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ ഉറപ്പ് നൽകുകയും സെഷൻസ് കോടതിയിൽ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. അവർ എതിർത്ത പ്രധാനപ്പെട്ട കാര്യം ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഇനിയും പരിവർത്തനം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ഇവർക്ക് രാഷ്ട്രീയമായ സ്വാധീനമുണ്ട്. ഇത് ഗൗരവകരമായ വിഷയമാണ്. അതുമാത്രമല്ല, ഈ BNS സെക്ഷൻ 143 എന്ന് പറയുന്നത് അത് ട്രൈബൽ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്ന സെക്ഷനാണ്. അത് NIA ആക്ട് പ്രകാരമുള്ള കേസാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ശക്തമായി എതിർത്തത്. ഇതേ വാദങ്ങൾ നാളെ ഹൈക്കോടതിയിൽ ഉയർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. എന്തായാലും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറെ നിർണായകമാവുന്ന കാര്യം. നാളെ രാവിലെയോടെ ഹൈക്കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷ നൽകുകയും നാളെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ കന്യാസ്ത്രീമാർ ഇറങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ 8ാം ദിവസമായിരിക്കും ഇവർ ജയിൽ മോചിതരാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതിയും CS സുജാത അടക്കമെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നാളെ രാവിലെ ഈ ജയിലിലെത്തി കന്യാസ്ത്രീമാരെയും സന്ദർശിക്കുമെന്നും അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഏറെ നിർണായകമാണ് ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള ഈ നടപടികളെ സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ് ഭദ്ര.